15 വർഷത്തെ ഏകാധിപത്യ സമാനമായ ഭരണത്തിന് അന്ത്യം കുറിച്ച് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൻ്റെ അധികാരം വിട്ടൊഴിഞ്ഞ് ജന്മനാട് വിട്ട് ഓടുമ്പോൾ ലോകമുറ്റുനോക്കുന്നത് ബംഗ്ലാദേശിലെ മറ്റൊരു വനിതാ നേതാവിനെയാണ്. അമ്പെ പരാജിതയായി തടവറയിൽ ജീവനൊടുങ്ങും എന്ന് ലോകം വിധിയെഴുതിയ ഒരു വനിതാരത്നം. അതെ, എതിരാളി ബീഗമെന്ന് ബംഗ്ലാദേശികൾ അടയാളപ്പെടുത്തുന്ന ഖാലിദ സിയയുടെ കഥയാണിത്. ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ഉത്തരവിട്ടത് ഷെയ്ഖ് ഹസീനയുടെ ഏറ്റവും വലിയ എതിരാളിയായ ഖാലിദ സിയയെ മോചിപ്പിക്കാനാണ്. അഴിമതി കേസിൽ 17 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ഖാലിദ സിയ 2018 മുതൽ ജയിലിലാണ്. നിലവിൽ 78 വയസ്സുള്ള ഖാലിദ സിയ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുകയാണ്. ബംഗ്ലാദേശിൻ്റെ വർത്തമാനകാല ചരിത്രം ഷെയ്ഖ് ഹസീനയെ കൂടാതെ നമുക്ക് പറയാനാകില്ല. ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ ജീവിതമാകട്ടെ ഖാലിദ സിയയെക്കുറിച്ച് പറയാതെ പൂർണ്ണമാവുകയുമില്ല. ഹസീനയുടെ അവാമി ലീഗിൻ്റെ പ്രധാന എതിരാളിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ പ്രധാന മുഖമാണ് ഖാലിദ സിയ. ബീഗംസ് യുദ്ധം എന്ന വിശേഷണമാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിന് ഒരു കാലത്ത് നൽകിയിരുന്ന വിശേഷണം. പിതാവിൻ്റെ പിന്തുടർച്ചാവകാശത്തിലൂടെയാണ് ഷെയ്ഖ് ഹസീന രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിച്ചതെങ്കിൽ ഭർത്താവിൻ്റെ രക്തത്തിന് പകരമായാണ് ഖാലിദ സിയ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ സാന്നിധ്യമായത്. തടവറയിൽ മരണത്തെ മുഖാമുഖം കാണുമ്പോൾ പോലും തൻ്റെ എതിരാളിയെ തറപറ്റിക്കാൻ കരുക്കൾ നീക്കിയ, അതിനായി തലയുയർത്തി പ്രതിഷേധാഗ്നി ആളിക്കത്തിച്ച ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രിയുടെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണിത്. ഇന്ത്യ വിഭജനത്തിനും സ്വാതന്ത്ര്യലബ്ധിക്കും 2 വർഷം മുൻപ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബംഗാളിലാണ് ഖാലിദ സിയയുടെ ജനനം. 1945 ഓഗസ്റ്റ് 15 ബംഗാളിലെ ജയ്പാൽഗുഡിയിലാണ് ഖാലിദ സിയ ജനിച്ചത്. വ്യാവസായിയായ തയ്യബയുടെയും ഇസ്കന്ദർ മജൂംദാറിൻ്റെയും 5 മക്കളിൽ 3ാമത്തെ ആളായിരുന്നു ഖാലിദ. 1960 മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായ ഖാലിദ പിന്നീട് ദിനാജ്പൂരിലെ സുരേന്ദ്രനാഥ് കോളേജിൽ ചേർന്നു. 1959 സിയ ഉൽ റഹ്മാനെ അവർ വിവാഹം കഴിച്ചു. അന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിലെ നേതാവായിരുന്നു സിയ ഉൽ റഹ്മാൻ. വിവാഹത്തിന് ശേഷവും ഒരു സാധാരണ മുസ്ലിം വീട്ടമ്മയായി തുടരാനായിരുന്നു ഖാലിദയുടെ ഇഷ്ടം. എന്നാൽ 1971 ബംഗ്ലാദേശ് വിമോചന സമരത്തിനിടെ ഖാലിദയും വീട്ടുതടങ്കലിലായി. എങ്കിലും ആത്യന്തികമായി വിജയം സിയ ഉൽ റഹ്മാനും സംഘത്തിനുമായിരുന്നു. ബംഗ്ലാദേശ് ഒടുവിൽ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി മാറി. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെയും അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും സഹായവും സിയ ഉൽ റഹ്മാനും സംഘത്തിനും ലഭിച്ചിരുന്നു. 1977 സിയ ഉൽ റഹ്മാൻ ബംഗ്ലാദേശിൻ്റെ പ്രസിഡന്റായി അധികാരമേറ്റു. ഭർത്താവ് ബംഗ്ലാദേശ് പ്രസിഡന്റ് ആയിരുന്നതിന് ശേഷവും രാഷ്ട്രീയത്തിൽ ഖാലിദ സിയ വലിയ താല്പര്യമൊന്നും കാട്ടിയിരുന്നില്ല. 1981 പ്രസിഡന്റ് സിയ ഉൽ റഹ്മാൻ കൊല്ലപ്പെട്ടു. സൈനിക ഉദ്യോഗസ്ഥർ ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം 1984 ഖാലിദ സിയ രാഷ്ട്രീയത്തിൽ സജീവമായി. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വവും ഖാലിദ സിയ ഏറ്റെടുത്തു. 1982 സൈന്യം രാജ്യത്തിൻ്റെ അധികാരം ഏറ്റെടുത്തിരുന്നു. സൈനിക മേധാവിയായിരുന്ന ഹുസൈൻ മുഹമ്മദ് എർഷാദ് രാജ്യത്തിൻ്റെ പരമാധികാരവും കൈയാളുന്ന ആളായി മാറുകയായിരുന്നു. ഈ ഏകാധിപത്യകാലത്ത് ഖാലിദ ആവർത്തിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ ഖാലിദ സിയ ജനാധിപത്യത്തിനായുള്ള പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. അത്ഭുതപ്പെടരുത്, ജനാധിപത്യത്തിനായി അന്ന് ഖാലിദ നടത്തിയ പോരാട്ടങ്ങളിൽ ഒപ്പം നേതൃത്വം നൽകാൻ അവാമി ലീഗിൻ്റെ നേതാവായ ഷെയ്ഖ് ഹസീനയും ഉണ്ടായിരുന്നു. ഇരു നേതാക്കളും ഒരുമിച്ച് നയിച്ച ജനാധിപത്യ പോരാട്ടത്തെ തുടർന്ന് 1991 ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് 1991 നടന്ന തെരഞ്ഞെടുപ്പിൽ ഖാലിദ സിയ അധികാരത്തിലേറി. ബംഗ്ലാദേശിൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയും മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തെ നയിക്കുന്ന 2ാമത്തെ വനിതയുമായി ഖാലിദ സിയ മാറുകയായിരുന്നു. മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രത്തിലെ ആദ്യ ഭരണാധികാരി എന്ന ക്രെഡിറ്റ് 1991 പാകിസ്ഥാനിൽ അധികാരത്തിലേറിയ ബേനസീർ ഭൂട്ടോ സ്വന്തമാക്കിയിരുന്നു. ഖാലിദയുടെ ആദ്യ ടൈമിൽ ബംഗ്ലാദേശിൽ വികസനത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. വ്യവസായത്തെ സ്വകാര്യവൽക്കരിച്ചും സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ചും രാജ്യത്തിൻ്റെ കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ ശ്രമിച്ചു. ഖാലിദയുടെ സർക്കാർ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്തുന്നതിനും സ്ത്രീകൾക്ക് ലഭ്യമായ സാമ്പത്തിക അവസരങ്ങൾ വിപുലീകരിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തുടർന്ന് 1996 തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീന അധികാരം പിടിച്ചു. 2001 തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഖാലിദ സിയ അധികാരത്തിലേറി. ഈ കാലഘട്ടത്തിലാണ് ഇരുവർക്കുമിടയിൽ രാഷ്ട്രീയ ശത്രുത ഏറെ ചർച്ചാ വിഷയമായത്.
ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പുരോഗമന മതേതര നിലപാടുള്ള പാർട്ടി എന്ന നിലയിലാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയെ തീവ്ര നിലപാടുകളുള്ള പാർട്ടിയെന്നാണ് പൊതുവെ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇക്കാലത്ത് രാജ്യത്ത് രാഷ്ട്രീയ പ്രക്ഷുബ്ധതയും അക്രമവും വർദ്ധിച്ചു. ഇതോടെ 2007 ജനുവരിയിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നതിലേക്കും സൈന്യം വീണ്ടും രാജ്യാധികാരം ഏറ്റെടുക്കുന്നതിലേക്കും കാര്യങ്ങളെ നയിച്ചു. 2007 ജനുവരിയിൽ ബംഗ്ലാദേശിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും സൈന്യത്തിന്റെ പിന്തുണയുള്ള സർക്കാർ അധികാരം ഏറ്റെടുക്കുകയും ചെയ്തതോടെയാണ് ഖാലിദയുടെ കഷ്ടകാലം ആരംഭിക്കുന്നത്. സെപ്റ്റംബറിൽ ഖാലിദ അഴിമതി ആരോപണത്തിൽ അറസ്റ്റിലായി. 2014 ഖാലിദയും കൂട്ടരും ഒരു ചാരിറ്റിക്ക് വേണ്ടിയുള്ള ഫണ്ട് ദുരുപയോഗം ചെയ്തതിന് വിചാരണ നേരിട്ടു. 2018 ഫെബ്രുവരിയിൽ ഖാലിദ കുറ്റക്കാരിയെന്ന് കണ്ടെത്തി. 5 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ഇതോടെ വർഷാവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും സാധിച്ചില്ല. വിധി രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു ഖാലിദയുടെ നിലപാട്. ഒക്ടോബറിൽ അധിക അഴിമതി ആരോപണങ്ങളിൽ ഖാലിദ വീണ്ടും ശിക്ഷിക്കപ്പെട്ടു. ഫെബ്രുവരിയിൽ അവരുടെ ശിക്ഷ ശരിവയ്ക്കുകയും ശിക്ഷ 10 വർഷമായി നീട്ടുകയും ചെയ്തു. അതേ മാസം ഖാലിദയുടെ മകനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 2019 ഏപ്രിലിൽ ഖാലിദയുടെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി. 2020 മാർച്ചിൽ വൈദ്യപരിശോധനയ്ക്കിടെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജയിലിൽ നിന്ന് മോചിതയായി. എങ്കിലും ഖാലിദയും പാർട്ടിയും ഷെയ്ഖ് ഹസീനയുടെ 1.5 പതിറ്റാണ്ട് നീണ്ട ഭരണത്തെ തകർക്കാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു. അതിനുള്ള വഴിയായാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആശ്രിതർക്ക് 30% സംവരണം ഏർപ്പെടുത്താനുള്ള കോടതി വിധിയെ ഖാലിയും പാർട്ടിയും കണ്ടത്. ധാക്ക സർവകലാശാല കേന്ദ്രീകരിച്ച് ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എല്ലാ സഹായങ്ങളും നൽകി. ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകരും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു. രാജ്യത്ത് അനിശ്ചിതകാല കർഫ്യൂവും 3 ദിവസം ദേശീയ അവധിയും പ്രഖ്യാപിച്ചു. കോടതികൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഇന്റർനെറ്റ് വിച്ഛേദിച്ച് സമൂഹ മാധ്യമങ്ങൾക്കും വിലക്കേർപ്പെടുത്തി. ഇതിനിടെ സൈന്യം ഇടപെടുകയും ഷെയ്ഖ് ഹസീനയോട് അധികാരമൊഴിഞ്ഞ് രാജ്യം വിടാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. ജനവും പട്ടാളവും തനിക്കെതിരായതോടെ മുന്നിൽ മറ്റ് മാർഗങ്ങളില്ലെന്ന് കണ്ട് ഷെയ്ഖ് ഹസീന പലായനം തുടങ്ങുമ്പോൾ എതിരാളി ഖാലിദ സിയ കുറ്റവിമുക്തയാക്കപ്പെട്ട് തടവറയിൽ നിന്നും പുറത്തിറങ്ങാനുള്ള ഒരുക്കത്തിലുമായിരുന്നു. ബംഗ്ലാദേശിലെ ബീഗം സ്വാറിന് ഒരുപക്ഷെ ഇതോടെ പരിസമാപ്തിയായേക്കും. ഖാലിദയ്ക്കും ഷെയ്ഖ് ഹസീനയ്ക്കും ഇനിയും ഒരംഗത്തിന് ബാല്യമില്ല എന്നത് തന്നെ കാരണം. ഇരുവരും തങ്ങളുടെ ജീവിത സായന്തനത്തിലാണ് ഇപ്പോൾ. അങ്ങനെയെങ്കിൽ ബീഗംസ് യുദ്ധത്തിൽ ഖാലിദ നേടിയത് അന്തിമ വിജയമെന്ന് തന്നെ പറയേണ്ടി വരും. രാഷ്ട്രീയമായതിനാൽ ഒരു ആൻറ്റി ക്ലൈമാക്സിനുള്ള സാധ്യത തള്ളാനുമാകില്ല.